ഡിയർ, നിങ്ങൾക്ക് സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മളിന്നൊരു കരിയർ റീഡിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ജോലി സ്ഥലത്ത് വളരെയധികം ബുദ്ധിമുട്ടാണ്, മുന്നോട്ട് പോകാനേ സാധിക്കുന്നില്ല എങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് നോക്കുന്നത്. അതിന് ഏറ്റവും ആദ്യം നോക്കുന്നത് നിങ്ങൾ ആ ജോലി ഉപേക്ഷിച്ചാൽ എന്തായിരിക്കും റിസൾട്ട് എന്നാണ്. ഓക്കെ ഡിയർ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, നിങ്ങളത് മനസ്സിലാക്കുക. എല്ലാ വ്യക്തികളുടെയും എനർജീസ് ഇതിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ രീതിയിൽ റെസനേറ്റഡ് ആകുന്ന കാര്യങ്ങൾ മാത്രം റിസീവ് ചെയ്യാം. ഓക്കെ ഡിയർ, അപ്പോൾ നമുക്ക് നോക്കാം. നിങ്ങൾ ഈ ഒരു ജോലി ഉപേക്ഷിക്കുകയാണെങ്കിൽ എന്തായിരിക്കും റിസൾട്ട്? ഓക്കെ ഡിയർ, അതല്ല നിങ്ങൾ നിലവിലുള്ള സാഹചര്യങ്ങളൊക്കെയും അതിജീവിച്ചുകൊണ്ട് അവിടെ തന്നെ തുടർന്നാൽ നിങ്ങൾക്ക് അവിടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ചിലപ്പോൾ മുന്നോട്ട് മുഖം നോക്കാതെ മുന്നോട്ട് പോകേണ്ട സാഹചര്യങ്ങൾ വന്നേക്കാം. അങ്ങനെ നിങ്ങൾ മൂവ് ചെയ്താൽ എന്തായിരിക്കും അവിടെ ഉണ്ടാകുന്ന റിസൾട്ട്? ഓക്കെ ഡിയർ, ഡിവൈൻ ഗൈഡ് ചെയ്ത് നൽകിയാലും ജോലി സ്ഥലത്ത് തന്നെ തുടർന്നുകൊണ്ട് മുന്നോട്ട് പോയാൽ, സ്ട്രഗിൾസിനെ ഫേസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയാൽ എന്തായിരിക്കും റിസൾട്ട്? ഓക്കെ ഡിയർ, അപ്പോൾ നമുക്ക് ആദ്യം കിട്ടിയിരിക്കുന്നത് സ്ട്രെങ്ത് കാർഡാണ്. ഓക്കെ ഡിയർ, കാണുന്നില്ലേ? സ്ട്രെങ്ത് കാർഡാണ്. അതായത് നിങ്ങൾ ഈ ജോലി ഉപേക്ഷിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് കുറച്ചധികം സ്ട്രഗിൾസ് ഉണ്ടായിരിക്കും. നിങ്ങൾ ഈ ജോലിയിൽ തുടരുന്നത് തന്നെ നിങ്ങളുടെ ആ ഒരു സാമ്പത്തികമായിട്ടുള്ള സ്ഥിരതയ്ക്ക് വേണ്ടിയിട്ടായിരിക്കാം. നിങ്ങൾ ഈ ഒരു ജോലിയിലൂടെ നേടുന്ന സാമ്പത്തികം നിങ്ങളുടെ പല ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കുന്നുണ്ട്. അതൊക്കെയും തടസ്സപ്പെട്ടേക്കാം. നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ജോലിയിൽ നിന്ന് ഇറങ്ങിയാൽ ഉടനെ ഒരു ജോലി കിട്ടുമോ എന്നുള്ള ടെൻഷൻ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ അങ്ങനെ ഒരുപാട് സ്ട്രഗിൾസ് നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. ആ സ്ട്രഗിൾസിനെയൊക്കെയും നിങ്ങൾ ക്ഷമയോടുകൂടി എന്താ പറയുക, അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ക്ഷമ എന്നത് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ ഡിയർ, അപ്പോൾ ചിലപ്പോൾ ജോലി കിട്ടാനായിട്ട് ഇച്ചിരി വൈകിയേക്കാം. അപ്പോൾ അവിടേക്ക് നിങ്ങൾക്ക് ക്ഷമ അത്യാവശ്യമാണ്. ക്ഷമയോടുകൂടി നിങ്ങൾ ആ ഒരു സാഹചര്യത്തെ സമീപിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ വിജയം സ്വാഭാവികമായിട്ടും ഉണ്ടാകും. ഓക്കെ ഡിയർ, അതുപോലെ നിങ്ങൾ അവിടെ തന്നെ തുടർന്നാൽ ഈ സ്ട്രഗിൾസിനേക്ക് ഫേസ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾ തയ്യാറായാൽ എന്തായിരിക്കും റിസൾട്ട്? കിങ് ഓഫ് വാണ്ട്സ് ആണ് വന്നിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ആ ജോലിയിൽ നല്ല പാഷനുണ്ട്. ആ പാഷൻ, ആ ജോലിയോടുള്ള ഇഷ്ടം, അതൊക്കെയും നിങ്ങളിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് കുറച്ച് റിസ്ക് ഏറ്റെടുത്ത് മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും. എന്ത് സാഹചര്യം വന്നാലും അതിനേക്ക് ഫേസ് ചെയ്യാം എന്ന് തയ്യാറായിക്കൊണ്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും. അത്തരത്തിലൊരു പേഴ്സണാലിറ്റിയിലേക്ക് നിങ്ങൾ ഡെവലപ്പ് ആകേണ്ടതായിട്ടുണ്ട്. ഒരു പക്ഷേ നിങ്ങൾക്ക് അത്രയും ഒരു സ്ട്രെങ്ത് ഇപ്പോൾ ഇല്ലായിരിക്കാം. ആ ഒരു സ്ട്രെങ്തിലേക്ക് നിങ്ങൾ എത്തേണ്ടതായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു പക്ഷേ ആ സ്ട്രെങ്തിലേക്ക് നിങ്ങളെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യമായിരിക്കാം ഇപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കൃത്യമായിട്ടുള്ള ഒരു ചോയ്സ് തിരഞ്ഞെടുക്കാൻ സാധിച്ചു, അല്ലെങ്കിൽ നിങ്ങൾക്കുള്ളൊരു മെസ്സേജ് ഈ ഒരു റീഡിങ്ങിൽ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ മുന്നോട്ടും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളൊരു ഗൈഡൻസ് ഡിവൈൻ്റെ ബ്ലെസ്സിങ്സോട് കൂടി എന്നിലൂടെ നൽകുവാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഡിയർ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഡിയർ, താങ്ക് യു സോ മച്ച്. ബൈ ഡിയർ.